യൂട്യൂബ് ചാനൽ. This is Tezangu and you're watching Tezangu. നീ മാത്രം കറക്റ്റ് സമയത്ത് നന്നായി പറഞ്ഞുള്ളൂ. അപ്പൊ ഇന്ന് എന്താണ് സ്പെഷ്യൽ? പൊന്നിന്റെ പെണ്ണ് കാണൽ. നീ എന്തിനാണ് ബ്രഷ് ചെയ്യുന്നത് എപ്പോഴും? മേക്കപ്പ് ഓവറായിട്ടില്ല, കൊള്ളാം. അപ്പോ എങ്ങനെയുണ്ട് പൊന്നുവിനെ കാണാൻ? കൊള്ളാം, സൂപ്പർ. അനാവശ്യ മോട്ടിവേഷൻ ആവും എല്ലാവരും. അപ്പോൾ ഇന്ന് ചേച്ചിന്റെ പെണ്ണു കാണലാണ്. ഇന്ന് നമ്മൾ ചെക്കനെ ഒക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അച്ഛൻ ചിരിക്കണം ഇവിടെ. എന്താ അച്ഛാ? അച്ഛന് എന്താ ഇന്നത്തെ ദിവസത്തിനെ പറ്റി അറിയില്ല. ഇന്നത്തെ പരിപാടിക്ക് താല്പര്യമുണ്ടോ? അച്ഛന് നല്ല ഇഷ്ടമുണ്ട്. ആക്ച്വലി ഇല്ലേ, ചേച്ചി പുറത്തിറങ്ങിയപ്പോൾ ഇവരൊക്കെ അങ്ങനെ സന്തോഷം കൊണ്ട് പുളകിതരായി. അതിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. പുറത്തന്നെ നിൽക്കുന്നു തോന്നുന്നു. ഹായ്. എന്നെ വേണ്ടേ? എടാ പോടാ അവിടുന്ന്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നോക്കിട്ടല്ലേ ഇങ്ങോട്ട് കടന്ന്. ഇനി എല്ലാരും അത് അച്ഛനൊക്കെ വരുന്നു. സന്തോഷായോ? പിന്നെ എനിക്കല്ലേ ആദ്യം സന്തോഷമുണ്ട്. ആണോ? ഓ കൊള്ളാം. സന്തോഷായോ നിനക്ക്? സംഭവം 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യപ്പോൾ 9:30 എൻ്റെ അമ്മയാണ് ഇവിടുത്തെ ഏറ്റവും ബിസി ആള്. ഇവിടെ മൊത്തം ബഹളാണ്. അതാണ് എനിക്ക് അത്ര സുന്ദരികൾ അമ്മയും രശ്മേന്റെയും. ഹായ് ഉഷ ചേച്ചി, എങ്ങനെയുണ്ട് ചേച്ചി? അടിപൊളി. അമ്മ എനിക്ക് ആക്ച്വലി തോന്നുന്നു അമ്മന്റെ പെണ്ണ് കാണലാന്ന് അല്ലേ? ഇത്ര സുന്ദരി വീട്ടിൽ ആരും ഇല്ല. നീ പോരാ, മാറ്. ഫ്രെയിമിൽ അമ്മ. രശ്മേന്റെ ഒരു അമ്മയാണോ ചേച്ചിയാണോ എന്ന രസം? രണ്ടുപേരും ഭംഗിയുണ്ട്. ചേച്ചി കുറച്ചും കൂടെ കൂടുതലായി. അതെ, കോൺട്രാസ്റ്റ് ഞാൻ നല്ല ഇട്ടപ്പോ തന്നെ കണ്ണില് കുത്തണ കോൺട്രാസ്റ്റ്. നല്ല ചേച്ചിനെ ഞാനും ചേച്ചി ഒന്നിച്ച് റൂമിന്റെ ഫ്രണ്ട് വന്നപ്പോ നിങ്ങൾ എന്നെ ഒരു മൈൻഡും ഇല്ലാണ്ട് ചേച്ചിനെ പോയി കെട്ടിപ്പിടിച്ച വീഡിയോ എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് ഇപ്പൊ എന്നോട് ഞാൻ രസം. ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ പലഹാരങ്ങൾ. അവൻ ഷുഗർ കട്ടാണ്. അവനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അവിടെ ഉണ്ടടാ. സംഭവം നമ്മുടെ ചെറുക്കൻ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്, ജിംബോയ് ആണ്, മസിലുള്ള ആളാണ്, ഷുഗർ കട്ടാണ്. അപ്പൊ അതുകൊണ്ട് അയ്യോ ഇത് ചെറുക്കന് വേണ്ടി സ്പെഷ്യൽ. അപ്പൊ മൊത്തം ഇവിടെ ബഹളാണ്. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഹെവി പരിപാടി നടക്കുന്നത്. ഈ നിലവിളിനെ പറ്റി എന്താ പറയാനുള്ളത്? അതാണ് കുറച്ചു നേരം നമ്മൾ സ്ട്രെസ് ആവും, കുറച്ച് കഴിയുമ്പോൾ യൂസ് ആവും. ആക്ച്വലി എനിക്ക് ഇപ്പോഴേ സ്ട്രെസ് ആവുന്നുണ്ട്. എന്താ ഇന്നത്തെ പരിപാടി? ഇന്ന് നമ്മൾ ഒന്നേശിന്റെ പെണ്ണ് കാണൽ. എന്താ ചിക്കുവിന് സന്തോഷം ഉണ്ടോ? ഈ വരാൻ പോകുന്ന ഏട്ടൻ നിന്റെ ആരാന്നറിയോ? അളിയൻ. ഇന്ന് നിമിഷ ആന്റി സുന്ദരിയായിട്ടുണ്ട്. ഇത് ഒരു നീ മമ്മേനെ ഇതിനു മുന്നേ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാ. ശരിക്കും ഇങ്ങനത്തെ ഡ്രസ്സും കളറും നല്ല രസമുണ്ട്. സീരിയസ്ലി ഭംഗിയുണ്ട്. വരും ദിവസങ്ങളിൽ നിമിഷാന്റി വൈബാക്കാൻ പോവാണ്. ടിയ നിന്നെ മാത്രം കാഷ്വൽ ഉടുപ്പ് ഇട്ട് ഇരുത്തിക്കാണ് കേട്ടോ മമ്മ. അല്ല എന്തൊക്കെയാ പറയണേ? പക്ഷെ ഇത് കുറച്ച് കൊറിയൻ പോലെ ഉണ്ട്. കൊറിയൻ അല്ല, കുറച്ച് രസമുള്ള ഡ്രസ്സ്. കൊള്ളാം. ഇനി എൻഗേജ്മെന്റ് ഒക്കെ വരുമ്പോ നമുക്ക് ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോവാം. ഇതെന്താ അവിടെ? എങ്ങനെയുണ്ട്? എന്ത് തോന്നുന്നു ഇന്ന്? അറിയില്ല. സിന്ദൂരൊക്കെ ഇട്ടിട്ട് ഗൈസ് ഈ ചേച്ചിന്റെ കല്യാണം ഉണ്ടായിരുന്നു. ഇനി ഇവള് ഉടനെ ഇടും. അതിന്റെ ഒരു ചർച്ച അവിടെ കഴിഞ്ഞുള്ളൂ. അയ്യോ അതാ ഇവിടെ വിളക്ക് കൊളുത്താണ്. ദീപം ദീപം ദീപം. എന്താ അങ്ങനെ നോക്കണേ? വന്നു. വന്നില്ല, പറ്റിച്ചതാ ഗൈസ്. ചെക്കൻ വന്നില്ല, പറ്റിച്ചു. നീ കണ്ടോ? കണ്ടു 2 കാറുണ്ട്. അയ്യോ, നിനക്ക് എന്താ സന്തോഷം തോന്നിയോ? എനിക്ക് അവന്റെ വണ്ടി കാണുമ്പോഴേ ചമ്മല്.
അറിയില്ല. എടാ നിന്റെ കണ്ണെന്തിനെന്ന് അറിഞ്ഞ്? കണ്ണെന്ന് അറിയപ്പോഴാണ് ആ ചിരിച്ചിട്ടായിരിക്കും. നിന്റെ മേക്കപ്പ് ഓറഞ്ച് കളറായിട്ട് ഇപ്പോ, പക്ഷെ രസമുണ്ട് കേട്ടാ. ഇത് എനിക്ക് ഉറപ്പാ അവൻ വന്ന അവൻ പേടിക്കും ഈ പട കാണുമ്പോ. സന്തോഷം, നാണം. എനിക്ക് നല്ല ചിരിയാ വരുന്നത്. അവൻ പേടിച്ചിട്ടിരിക്കണം. പക്ഷെ നീ പേടിച്ചിരിക്കണ പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയോ ഉണ്ടിട്ടാ. എനിക്ക് നല്ല ടെൻഷനാണ്. ഞാൻ ഒളിഞ്ഞിട്ടാ വീഡിയോ എടുക്കുന്നു. അയ്യോ അയ്യോ, അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി തോന്നുന്നു. പാവം, നീ അടിച്ചിരിക്കുന്നോടി അത് കണ്ടിട്ട്. ഗൈസ്, ചെക്കനെ കൊണ്ട് വീട്ടുകാരെ പരിചയപ്പെടുത്തിക്കാണ്. ചേച്ചി അത് കണ്ട് രസിച്ച് ചിരിക്കുന്നു. പാവം. അതെന്തല്ലേ നിമിഷല്ലേ ചെറിയമ്മാന്ന്. പോട്ടെ, അമ്മായി ചെറിയമ്മന്നൊക്കെ പറയുമ്പോ ഇവർക്ക് എന്തോ പോലെ തോന്നുന്നു. നിനക്ക് എന്തേ തോന്നുന്നുണ്ടോ? ആ ടിയ ചിക്കു കൊച്ചൻ. അമ്മയ്ക്ക് എന്ത് തോന്നുന്നു സോഫാർ പരിപാടി? എനിക്ക് നാണം വരുന്നു. ഞങ്ങൾക്കൊക്കെ നാണം. പപ്പയ്ക്ക് ഒരു നാണമില്ല. അബിയെ പറഞ്ഞു പോണു. ചെക്കൻ്റെ പേരാണ് അബി. ഡ്രൈ ആയവരുണ്ട്. പപ്പ എന്ത് പറയുന്നു? ജിലേബി ഉണങ്ങിയമാര് തോന്നി. അതാണ് അവിടുത്തെ വിഷയം. ജിലേബി വണ്ടി ചായ കൊടുക്കാം. എല്ലാവർക്കും ഞാൻ ചായ കൊടുക്കാം. അവള് ചായ തരുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ആണോ? ഇതാണ് ഗൈസ് നമ്മുടെ ചെക്കൻ്റെ അമ്മ. ഹായ് അമ്മ. എൻ്റെ വ്ളോഗിൽ ആദ്യമായിട്ടല്ലേ? നമുക്ക് എന്നും വ്ളോഗ് എടുക്കുന്നത് പോലെ. എൻ്റെ മൈസൂർ പാക്ക് നിങ്ങൾക്ക് തരുമെന്ന് അത്. താങ്ക് യു. നല്ല സ്നേഹം. അബി എന്താ ചെയ്യുന്നത്? അബി എന്താ അവിടെ ചെയ്യുന്നത്? കുട്ടിനെ കളിപ്പിച്ചോണ്ടിരിക്കുക ഒരു സപ്പോർട്ടിന്. ഇപ്പൊ വേണ്ട, മറ്റേ ചായ ഓക്കെ. ചായ കൊടുക്കുമ്പോൾ ഞാൻ നിന്റെ പിന്നാലെ വരട്ടെ വീഡിയോ എടുത്തിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അബി നാണിച്ചിരിക്കുന്ന കാണാം അല്ലേ? എന്താണ് സങ്കടം വരുന്നു? എന്തിനാ നിനക്ക് സങ്കടം? നമ്മളല്ലേ ഇപ്പൊ ഒരു ആള് എന്തോ കുറുക്കൻ പുലിമടയിൽ കയറി പോലില്ലേ, അതുപോലെ എന്റെ ചേട്ടൻ. പ്രത്യേകിച്ച് പപ്പല്ലേ? പറയടാ, എല്ലാരും ഇൻട്രൊഡ്യൂസ് ചെയ്യടാ. നിങ്ങ പപ്പയ്ക്ക് അബിന്റെ അവസ്ഥ കാണുമ്പോ എന്ത് തോന്നുന്നു? അവൻ പേടിച്ചിരിക്കും. എന്ന് പോയി സംസാരിക്കാം. വാ വാ. അയ്യോ, അബി പേടിച്ചിരിക്കാണോ? ഇതൊന്ന് മനസ്സിലാക്കാൻ പേടിച്ചിരിക്കണോ? ഗൈസ്, ചായ കൊടുക്കാൻ വേണ്ടി ചേച്ചി ചായ ആയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. ചേച്ചി, ഞാൻ ക്യാമറ ഒരാളെ ഏൽപ്പിച്ച് ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്. വാ വാ വാ. പെണ്ണ് കാണലിന് എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തൊക്കെയാ ചെയ്യേണ്ടത്? പെണ്ണ് കാണലിന് നാണിക്കണോ? കൊടുക്കണം. ഇതൊന്നുമില്ല, നാണില്ലാന്ന് എനിക്കറിയാം. ചായ കൊണ്ട് നീ കൊണ്ടുപോയി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. നിനക്ക് രണ്ടാൾക്കിപ്പോ നാണല്ലേ? ഞങ്ങളും കൂളായിരുന്നു. പക്ഷെ നിനക്ക് നല്ല നാണുണ്ട്. നീ ചുമന്നു. അത് ബ്ലഷിന്റെ ചുമപ്പ് ഇപ്പൊ പുറത്തേക്ക് വന്നതായിരിക്കും. ശരി.
അബിയുടെ കൈയൊക്കെ അവിടെ നിന്ന് വിറക്കുന്നു. ആ മഹി പറയാ മഹി ഷേക്കിൻ്റെ അടുത്തപ്പോ കൈ ഫ്രീസ് ഞാനും തണുപ്പ്. ഇടയിൽ ഞാൻ വെറുതെ അവനെ നോക്കിയേ, അപ്പൊ അവനെ അറിയുന്ന ഒരാൾ നോക്കി എന്റെ സന്തോഷം തോന്നുന്നു അവൻ ചിരിക്കുക. പക്ഷെ ആ ഒരു ടെൻഷൻ ചായയൊക്കെ ഒന്ന് കുടിച്ച് കഴിയുമ്പോ അതെ അതെ. അപ്പൊ തന്നെ പപ്പ പറഞ്ഞും വിടും പഴയ സമയമായി തിരിച്ചു പോകുന്നു. നീ നാണിക്ക് നല്ല ഗ്ലോ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലല്ലേ? ഇപ്പോഴും ഗ്ലോ ഉണ്ട്. അടുത്ത് വാ, ഗ്ലോ കാണിക്ക്. എടി നിനക്കും ആ ഗ്ലോ ഉണ്ടെന്ന് ആൾക്കാർ കമന്റ് ബോക്സിൽ പറയണ്ടായിരുന്നു. നിനക്ക് എന്തിന്റെ ഗ്ലോ ആണ്? എനിക്കറിയില്ല. എനിക്കിനി ഇവള് സ്കിൻ കെയർ ഒക്കെ ഇവള് പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷെ നീ ഇപ്പൊ ഗ്ലോ വന്നിട്ടുണ്ട് ശരിക്കും. എനിക്ക് തോന്നുന്നു കല്യാണം ഉറപ്പിക്കുമ്പോ എല്ലാരും ഗ്ലോ വരുന്നു. അപ്പൊ എനിക്ക് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ടാൻ ആയി വന്നു ലക്ഷദ്വീപെന്ന്. ആദ്യമായിട്ട് ഇങ്ങനെ സന്തോഷത്തിൽ ഇത്ര സംസാരിക്കും. അതായത് ആൾക്കാരെ ആക്ച്വലി ഞാൻ ഉപയോഗിക്കുന്ന വേർഡ് വരെ ആൾക്കാർ പറയാ വികാരമില്ലാത്ത ചേച്ചിക്ക് വികാരം വന്നു പറയണേ. അവന്റെ അമ്മ അടക്കം മഹിന്റെ തലമണ്ട പോയേനെപ്പോ. ഇന്ന് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാന്ന് ചേച്ചി നാണിച്ച് ഇപ്പൊ ഒരു പെർഫോമൻസ് ആയിട്ട് ഇറങ്ങും. പറയട്ടെ ഞാൻ അടുത്തത് നാണിക്കുന്ന ചേച്ചിന്റെ പെർഫോമൻസ്. വെള്ളം കൊണ്ട് കൊടുക്കാം. വെള്ളം കുടിക്കാൻ വെള്ളം കൊടുക്കും. ആ ഗൈസ്, ചേച്ചി ചായ കൊടുക്കാൻ വന്ന അമ്മ എല്ലാവർക്കും ചായ കൊടുത്തു. ചേച്ചി പണങ്ങി. അമ്മ എന്തിനാ കൊടുത്തു? അവളുടെ ദിവസമായിരുന്നില്ലേ? എടാ അവളുടെ ദിവസം അവിടെ അല്ലടാ, അവിടെ കൊടുത്തില്ലടാ. നീ എന്തിനാണ് ഇവിടെ ഞാൻ മെയിൻ ആവട്ടെ അല്ലേ? ഇവിടെ അമ്മയാ മെയിൻ. ഗൈസ്, ഇത് നമ്മുടെ ചെക്കൻ്റെ വീട്ടിലത്തെ ഒരു കുട്ടിയാണ്. ഞാൻ ഈ കുട്ടീനെ എടുത്തു. കുട്ടി ക്യാമറയിൽ നല്ല പോലെ നോക്കുന്നുണ്ട്. ഹായ്. നിന്റെ അടുത്തില്ല. ഗൈസ്, ചെക്കനെ വശീകരിക്കാൻ വേണ്ടി ചേച്ചി കുട്ടിനെ ഒന്ന് മയക്കാൻ നോക്കി. പക്ഷെ എൻ്റെ അടുത്ത് നിന്ന് കുട്ടി പോകുന്നില്ല. അമ്മൻ്റെ അടുത്ത് വരുമോ നോക്കമ്മ കുട്ടി. ഇനി കുട്ടീൻ്റെ അമ്മൻ്റെ അടുത്ത് പോവോ നോക്കാം. ഞാനാ കുട്ടീൻ്റെ അമ്മ. അയ്യോ കരഞ്ഞു, കുട്ടി കരഞ്ഞു. ഹായ്, ഇതാണ് അബിൻ്റെ അമ്മമ്മയും അച്ഛനും. അതൊക്കെ ബന്ധുക്കൾ. പക്ഷെ എനിക്ക് നാണം വരുന്നു കാണിക്കാൻ. ഗൈസ്, നമ്മുടെ പെണ്ണുകാണൽ ഷോപ്പിംഗ് വീഡിയോയിൽ ചേച്ചി പറഞ്ഞു ഓർക്കുന്നുണ്ടോ ചെറുക്കനും പെണ്ണും സംസാരിക്കാൻ വിടണം എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇനി ചെറുക്കനും പെണ്ണും കുറച്ച് നേരം വർത്താനം പറയട്ടെ എന്ന്. അപ്പം ഞാൻ അവർ വർത്താനം പറയുന്നത് കാണിച്ചു തരാം. എടാ ചെറുക്കനും പെണ്ണും വർത്താനം പറയടാ. എടാ വർത്താനം പറയടാ, അവളെ ആഗ്രഹമായിരുന്നു അത്. എങ്ങോട്ടാ മാറിക്കണിങ്ങള്? നിനക്ക് അവളോട് വർത്താനം പറയണോ മാറി നിന്നിട്ട്? അതെ, അവന് നിന്റെ അടുത്ത് വർത്താനം പറയണ്ടെന്ന് മാറി നിന്നിട്ട്. നിങ്ങളാണല്ലോ ഇന്ന് മാച്ച്. ആ അമ്മയ്ക്ക് എന്താ സന്തോഷാണോ ഇങ്ങനത്തെ ഒരു മരുമോനെ പറ്റി? നമ്മളവിടേക്ക് പറ്റിയ ആളല്ലേ. എന്തുകൊണ്ടാ പറ്റിയത്? നമ്മുടെ സ്വഭാവത്തിന് പറ്റിയ സ്വഭാവം. അമ്മേനെ അനാവശ്യമായി പൊക്കാറക്കണ്ടല്ലേ? രശ്മേന്റെ ചെക്കൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ചെറിയ ചെക്കൻ. എടാ ചെറിയ ചെക്കൻ പറയണോ? നീ ചെറുതാത്ര. അല്ല, നീ എന്നെ കണ്ടിട്ട് ഹായ് കാണിച്ചല്ലേ? പക്ഷെ നിന്റെ അടുത്തല്ല ഞാൻ ഹായ് കാണിച്ചു. അച്ഛമ്മയോട് അവൻ സംസാരിക്കാൻ പോലെ നല്ല നാണുണ്ട്. ചെക്കന് നാണം വന്നു തോന്നുന്നു കുറച്ച്. എല്ലാം ഉണ്ട് തോന്നുന്നു. സുന്ദരനായിട്ടുണ്ട് പക്ഷെ. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഗ്ലാസ് ഇട്ടിട്ട് പപ്പേനെ കണ്ടപ്പോ ഇവര് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഞാനും പോകുന്നുണ്ട്. ഇവര് ആവശ്യത്തിലധികം വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതൽ വർത്താനം പറയണ്ട. ഒരാള് പിടിക്കുന്നേ ഉള്ളൂ. ഫാഷൻ അതാത്ര.
ഇത് അബിന്റെ അനിയനാണ് ബ്ലൂ. ഹായ്. ഓടാ പച്ചമുടിയാ നോക്കട്ടെ. ഓ എടാ സീൻ. ഇവിടെ ഫുൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ആണ്. ഫോട്ടോ എടുത്ത് നടന്ന് വരുന്നു. ഗൈസ് 11 ആയി. വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. ഹായ്. ഇനി മുതൽ നമ്മളെ വീഡിയോ ഹെൽപ്പ് ചെയ്യാൻ ഈ ചേട്ടനുണ്ടാവും. ഈ ചേട്ടൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാം അല്ലേ? അയ്യോ പോയി കണ്ടോ, നല്ല സ്ഥലത്ത് വന്ന് നിങ്ങളെ ഫോട്ടോ എടുക്കണം. ഇനിയും ഫോട്ടോ എടുക്കാൻ കൂട്ടണം. ഇവനാണ് ഇനി തൊട്ട് എൻ്റെ യൂട്യൂബിൽ എന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ. ഇവൻ ആണ്. നീ തന്നെ ഇനിയല്ല, പൈസ ഒന്നുമില്ല, നമ്മൾ ബന്ധാണ് എല്ലാം. അഭി മാത്രം എന്നെ വിളിച്ചു. എൻ്റെ ചേച്ചിക്ക് എന്നോട് ഒരു സ്നേഹമല്ല, അവനെല്ലാം ഫോട്ടോ എടുക്കാനേ വിളിക്കുന്നില്ല. ഒഫീഷ്യലായി. സന്തോഷമുണ്ടോ നിങ്ങൾക്ക് ഒഫീഷ്യലായപ്പോ? അതെ അതെ അതെ. വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന് ഫൺ ചെയ്തപ്പോ ഇങ്ങോട്ട് നോക്കാം. അതും ക്യാൻഡിഡ് ഫോട്ടോ എടുക്കാം. വ്ളോഗ് ഹായ് പറ വ്ളോഗിൽ. ഗൈസ് ഞങ്ങൾ അപ്പുറത്ത് ഫോട്ടോ എടുക്കുകയാണ്, പക്ഷെ നമ്മളത് ക്യാൻഡിഡ് ആക്കാം. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ടോൾ പോലെ ഉണ്ട്, ഞാൻ അവിടെ നിൽക്കില്ല കേട്ടോ. എല്ലാവരും പോവാ. ബായ് ചേട്ടാ. ഇന്ന് നാളെ കിടും ഞാൻ. നാളെ ഇതിന്റെ വ്ളോഗ് പോളാം. ഇതെന്താ ഇവിടെ നിങ്ങളുടെ ഒരു കെമിസ്ട്രി? നമ്മുടെ എക്കാൻ്റെ ഒരു അപ്കമിങ് ക്യാമ്പയിൻ ഇവർ രണ്ടാളുടെയും കെമിസ്ട്രി ആണ്. ബൈ അമ്മ. ടാറ്റാ. ബൈ ടാറ്റാ. ടാറ്റാ. ബൈ പറ. ബൈ പറ. ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ ദിവസം? ഇനി ബാക്കി വീട്ടിൽ പറ്റി നിനക്ക് കിട്ടും. ബൈ അബി. നീ എന്താടാ കാണിക്കുന്ന ഇവിടെ? ഒരു ഫ്ലൈങ് കിസ് കൊടുക്ക്. ഫ്ലൈങ് കിസ് കൊടുത്തോ? അയ്യോ വേണ്ട, പപ്പ അപ്പുറത്ത് പപ്പന്റെ കണ്ണൂരിട്ട് മുഴുമിക്കുന്നു. അങ്ങനെ നമ്മൾ എല്ലാരും യാത്രയാക്കി ഇനി കഴിക്കാൻ പോവാ. അത് ഒരു മിനിറ്റ്. ഇവിടെ കാറിന്റെ കളർ കാണും. ഏതായിരുന്നു രശ്മിന്റെ കാറിന്റെ കളർ? കറുപ്പ്. അമ്മ ഏതായിരുന്നു കളറ്? എന്നിട്ട് ഇപ്പൊ ചേച്ചിന്റെ അടുത്ത് വെച്ച് കൺഫേം ചെയ്തിട്ട് അമ്മക്ക് സങ്കടം. അതെ, അമ്മക്ക് അത് റിയലൈസ് ആയപ്പോ അമ്മക്ക് നല്ല സങ്കടമായിട്ടാ. അമ്മ തിന്നാൻ പോവാ. ഗൈസ് അങ്ങനെ ഇന്നത്തെ പരിപാടി മൊത്തം കഴിഞ്ഞു. എന്താ നിങ്ങൾക്ക് നല്ലത്? ഇട്ടതാണ്, ഇത് മനഃപൂർവ്വമാണ്. പപ്പയ്ക്ക് എന്താണ് ഇന്നത്തെ ചെറുക്കൻ? നല്ലയാണോ? നന്നായി, നല്ലത്. അതാണ് നല്ല പരിപാടി. എന്താ ഉദ്ദേശിച്ചു? ഇന്നത്തെ പരിപാടി ചെക്കൻ വീട്ടിലത്തെ എല്ലാവരും. ചെക്കൻ നല്ലതാണ്. ചെക്കൻ്റെ വീട്ടിലത്തെ എല്ലാവരും നല്ലത്. ഫണ്ണല്ലേ? നിങ്ങളുടെ അത്ര ഫണ്ണില്ല. നിങ്ങളുടെ അത്ര അമ്മന്റെ അത്ര ഫണ്ണില്ല. അതെ അതെ. അതും അമ്മയ്ക്ക് ചെറുക്കന്മാരായിട്ട് കമ്പനി കൂടുന്നത് ഇഷ്ടമല്ല. പെൺകുട്ടികൾ വേണം. നോക്കണു ബോയ്സ് ഗ്യാങ്ങിന്റെ ലീഡർ അമ്മ. ഇനി നമുക്ക് നമ്മുടെ ബ്രൈഡ് ടു ബീന്റെ അടുത്ത് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ദേവു? അടിപൊളി പരിപാടിയായിരുന്നു. അതെ, അതുകൊണ്ട് ചേച്ചിക്ക് ട്യൂഷൻ എടുക്കരുത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല. എന്ത് നിനക്ക് തോന്നി? എനിക്ക് നല്ലതായിരുന്നു, നല്ല രസമായിരുന്നു. നാണം വന്നോ നിനക്ക്? അങ്ങനെ എനിക്ക് ചിരിയായിരുന്നു. എനിക്ക് അവന്റെ മോൻ കാണുമ്പോ എനിക്ക് ചിരി വരാം, പക്ഷെ ഫോട്ടോ നോക്കുമ്പോ എനിക്ക് നാണം വന്നിക്കണല്ലോ. ആക്ച്വലി നിനക്ക് നാണം വന്ന പോലെ എനിക്കും ഫീൽ ചെയ്തു. എനിക്ക് അവന്റെ മോൻ കാണുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. അവന്റെ മോൻ കാണുമ്പോൾ നിനക്ക് നാണം വന്നു? അതെ അതെ. നിനക്ക് നാണം വരണ്ടായിരുന്നല്ലോ ഇവിടെ വന്നു. ഞാനേ അമ്മ എനിക്ക് കുറച്ച് നാണം വന്നുട്ടാ. വണ്ടി വരുമ്പോ എനിക്ക് നാണം വരണോ നമ്മളിവിടെ ഇരുന്നിട്ട് പറയാം. അമ്മ ട്ടാ
അമ്മ എന്തോ തിന്നാനോ ജ്യൂസ് എന്തോ ഇട്ട് പോവാ. ഞാൻ വ്ളോഗിൽ എടുത്തിട്ടുണ്ട്. അമ്മ എന്താ ചോദിച്ചാൽ അമ്മ എനിക്ക് നാണം വരുന്നു. അപ്പൊ ഇന്ന് നല്ല പരിപാടിയായിരുന്നു. അമ്മയാണ് മെയിൻ ക്യാമറയിലും. ഫ്രണ്ട്സ് പറഞ്ഞു അമ്മ കൊണ്ടുപോയിട്ട് ഇന്നത്തെ പരിപാടി മൊത്തം അമ്മ കൊണ്ടുപോയി. മുടിയിൽ നോക്ക്. മുല്ലപ്പൂ എവിടെ? അമ്മന്റെ മുല്ലപ്പൂ തിരി മുല്ലപ്പൂ കാണിക്ക്. ആടാ സീൻ നിമിഷാന്റിന്റെ മമ്മി. അപ്പൊ സംഭവം ഇന്ന് അടിപൊളിയായി. ആദ്യമായിട്ടാണ് എന്നുവെച്ചാൽ നമ്മള് അബിന്റെ ഫാമിലി ആയിട്ട് നമ്മൾ മാത്രം കണ്ടെന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് എല്ലാവരും മീറ്റ് ചെയ്തു. പിന്നെ ഒരു ശുഭദിനം, മഴയൊക്കെ പെയ്യണ പോലെ ഉണ്ടല്ലോ അപ്പാ. ദൈവം അനുഗ്രഹിച്ചു. നിന്റെ ദിവസം ദൈവം അനുഗ്രഹിച്ചതിനെ പറ്റി എന്താ പറയാനുള്ളത്? സന്തോഷം. ഇനി മഴ പെയ്ത് ഞാൻ ഓഫീസ് നനക്കൂട്ടുന്നു. ശരി, അമ്മയ്ക്ക് അഭിജിത്തിന് ഇഷ്ടമായി? നല്ല കുട്ടിയുണ്ട്. അഭിജിത്തിന്റെ ഒരു 2 ക്വാളിറ്റീസ് പറ. അവനതിന് ക്വാളിറ്റീസ് ഇല്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് ഫ്രൂഗലാണ് ഫ്രൂഗൽ എന്താണ് അമ്മ? അവന് കുറച്ചും കൂടി മെച്ചൂരിറ്റി ഉണ്ട്. ഫ്രൂഗലാണ് അവൻ. ആ അതെ, ഞാൻ അനാവശ്യമായിട്ട് ചെലവാക്കണം. ഫ്രൂഗൽ ഫ്രൂഗൽ എന്നല്ല, ഗ്രേറ്റ് വേർഡാണ്. പിശുക്കലിനല്ല ഫ്രൂഗലിന്. ഞാൻ ഉദ്ദേശിക്കുന്നത് അവൻ കണ്ടറിഞ്ഞിട്ട് ചെലവാക്കണം. കോമൺ സെൻസ് ഉണ്ട്. കോമൺ സെൻസ് ഉണ്ട്. ഇവൾക്ക് ഇല്ലാത്തത് അവനുണ്ട്. ഇതിനേക്കാളും കൂടുതൽ അവന് കുറച്ചും കൂടി കാര്യം, അതായത് ഇവൾക്ക് ഇല്ലാത്തത് അവനുണ്ട്. റെസ്പോൺസിബിലിറ്റി മെച്ചൂരിറ്റി നിനക്കില്ല. പപ്പ ഇവൾക്കുണ്ടോ? ആർക്ക്? നന്നായിട്ടുണ്ട്. ഒരു സംശയം നന്നായിട്ടുണ്ട്. അതായത് എനിക്കുണ്ടോ? എനിക്ക് നിനക്ക് ഉണ്ടോ ചോദിച്ചാ എനിക്കുണ്ട്. നീ ഫ്രൂഗലാണ്. ആവശ്യമില്ലാണ്ട് അങ്ങനെ അനാവശ്യ രോഗങ്ങളൊന്നും കാണില്ല. അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാനും ശരി. അപ്പൊ ബൈ പറ. ഹാപ്പി. അപ്പൊ ചിരിക്ക്, പല്ല് കാണിക്ക്. ശരി അമ്മ ഹാപ്പി പറ. പാപ്പ അപ്പുറത്തിരിക്കും, അമ്മന്റെ അപ്പുറത്ത്. അത് കുറച്ചുകൂടെ ഫണ്ണാവും. ശരി. ഓക്കെ. അപ്പൊ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ചേച്ചിന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ. നന്ദും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ആയിരുന്നല്ലേ. ഇപ്പൊ ഓക്കെ. അപ്പൊ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തത് ഞാൻ ഇവരെ വെച്ച് എന്തൊക്കെ ഫണ്ട്സ് ആണ്. പിന്നെ എന്റെ ലക്ഷദ്വീപ് വ്ളോഗ് വരുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഈ പെണ്ണ് കാണൽ വീഡിയോ കണ്ട് വേറെ എന്റെ വ്ളോഗ് കാണാതെ ഇരിക്കരുത്. അടുത്ത് ഞാൻ അത് സൂൺ ഇടുന്നതായിരിക്കും. അപ്പൊ അതും പോയി കാണാൻ, ഇത് കാണുന്ന പോലെ. അതിന് തൊരല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ പറ. ബൈ.